മഹതിയാം ബാബിലോൺ ഒരു എതിർ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നു. സഭ കാന്തനായ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നു. ലോകം അറിഞ്ഞോ അറിയാതെയോ 3 തരം കാത്തിരിപ്പിലാണ്. യഹൂദരും സഭയും ബോധപൂർവം കാത്തിരിക്കുന്നു. മഹതിയാം ബാബിലോൺ സ്വാഭാവികമായി അറിയാതെ കാത്തിരിക്കുന്നു. അവർ മഹതിയാം ബാബിലോണാണെന്ന് പോലും അറിയില്ല. കാത്തിരിക്കുന്നു ഒരു എതിർ ക്രിസ്തുവിനെ. നമ്മൾ കാത്തിരിക്കുന്നു നമ്മുടെ കാന്തനായ കർത്താവായ യേശു ക്രിസ്തുവിനെ. അവിടെ ഈ വിഷയത്തിന് ഒരു ഏകീകരിപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് കാന്തനായിരിക്കുന്നവൻ ആരോ അത് അവർക്ക് മശിക തന്നെയാണ്. സംശയമൊന്നും വേണ്ട. നമ്മൾ കാത്തിരിക്കുന്ന യേശു ക്രിസ്തുവും ജൂത സമൂഹം ഇന്നും കാത്തിരിക്കുന്ന മശിഹയും ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ കാര്യത്തിൽ അവർക്ക് സംഭവിച്ചൊരു പിശകുണ്ട്. ആ പിശകെന്താ? ആ പിശക് ദൈവപുത്രൻ ജഡത്തിൽ വന്നപ്പോൾ അക്ഷരികമായി അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അക്ഷരികമായി അവർ സ്വീകരിച്ചില്ല. അവർ തള്ളിക്കളഞ്ഞു. ദൈവപുത്രനെ നിരാകരിച്ചു. അതിൻ്റെ കാരണം കൂടി പറയാം. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു എന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ആ യേശുവിലെ ദൈവീക സമ്പൂർണതയുടെ അളവ്, വേണ്ടത്ര ഗ്രഹിക്കാനുള്ള പ്രാപ്തി ജൂത സമൂഹത്തിന് ഇല്ലാതെ പോയി. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ജനതയാണ് അവരെ. അതെല്ലാവരും അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ്. എന്താ തെളിവ്? സ്തോത്രം. ആ സമൂഹമാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ സൃഷ്ടിച്ചത്, ഐസക് ന്യൂട്ടനെ സൃഷ്ടിച്ചത്. ആ സമൂഹത്തിൽ നിന്ന് മൈക്കൽ ഫാരഡേ ഉണ്ടായത്, അതിൽ നിന്ന് ബീഥോവൻ ഉണ്ടായത്, സംഗീതജ്ഞൻ. അവിടുന്ന് ആ കാൾ മാർക്സ് രൂപപ്പെടുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് രൂപപ്പെടുന്നത്, ഗ്രിഗർ മെൻഡൽ രൂപപ്പെടുന്നത്, പിയറി ക്യൂറി രൂപപ്പെടുന്നത്. അങ്ങനെ നമ്മളിൽ നിന്ന് അറിയപ്പെടുന്ന ലോകത്തെ ആധുനികവൽക്കരിച്ച 100 കണക്കിന് ചിന്തകന്മാരെ, സയന്റിസ്റ്റുകളെ, ദാർശനികന്മാരെ എടുത്താൽ അവരെയെല്ലാം ഉൽപ്പാദിപ്പിച്ച ഒരു സമൂഹത്തിന് യേശുവിനെ വേണ്ടത്ര അറിയാൻ കഴിഞ്ഞില്ല. അവർക്കും അറിയാൻ കഴിയാതെ പോയ ക്രിസ്തുവിനെയാ ഇന്ന് രാത്രി അടുത്തിടപഴകി ഇവനാണ് എൻ്റെ കാന്തനെന്ന് ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറയാനുള്ള ആർജവം എനിക്കും നിങ്ങൾക്കും കിട്ടിയത്. ആ ആർജവത്തിൻ്റെ അഭിമാന ബോധം കൊണ്ട് നമ്മൾ ഉലകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്നത്, അവിടുന്നാണ് എൻ്റെ രക്ഷകൻ, അവിടുന്നാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ. ഞാൻ ആസ്വദിക്കുന്ന രക്ഷയുടെ സന്തോഷം, ആ കാന്തനെ ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളത്.